പഠിക്കേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഉദാഹരണം പറയണം. എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിനോട് ഒരിക്കൽ വന്നിട്ട് പറയണത്, നമ്മുടെ ഒരു ആദർശത്തിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയൊന്നുമല്ല. പക്ഷെ ഇടയ്ക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, ഭാര്യൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട്, കുറച്ച് പണം ഉണ്ട് എൻ്റെ അടുക്കൽ. അതുകൊണ്ട് തന്നെ ആ പണം ഉപയോഗിച്ച് കാട്ട് പിന്നെ ഭാര്യ ഇങ്ങനെ പറയണം, നമുക്ക് കുറച്ച് സ്ഥലം എടുത്തൂടെ. ഇപ്പം ഇയാൾ പറയും എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. എന്താ ഇപ്പം നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം കുറച്ചൊരു ദീനിയായ അത്തരം കാര്യങ്ങളോടൊക്കെ ഇങ്ങനെ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു സുഹൃത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹു ആയാലും അദ്ദേഹം എന്നോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ എന്താ? ഞാൻ സൂറത്ത് നിസായിൽ അള്ളാഹു പറയുന്നുണ്ട്, യതീമുകളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നിടത്തതാ, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു വിശ്വാസികളെ പഠിപ്പിച്ചത്. ഞാൻ മരണപ്പെട്ടു പോകുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ആവശ്യമായ, എൻ്റെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തികമായ ഭദ്രത ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവും തോക്കത്തും അവസരങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉപയോഗിക്കുന്ന വേണം. അപ്പൊ ന്യായമാണ് ആ സഹോദരിയുടെ ചോദ്യം. അവർ ചോദിച്ചു, കുട്ടികൾക്ക് വീട് വെക്കണ്ടേ, അതുകൊണ്ട് സ്ഥലം. ഞാൻ പറഞ്ഞു, ഇത് ആരെടുക്കും? ഈ സമ്പത്ത് ഇതിന് തന്നെ നിങ്ങളുടെ ആൺമക്കൾക്ക് വീട് വെക്കണമെങ്കിൽ സ്ഥലം വേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് എന്താ? നമ്മുടെ കുടുംബം തീർച്ചയായും എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ കുടുംബത്തിന് ആവശ്യമായ ഒരു സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കേണ്ടവർ തന്നെയാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ.